പ്രചാരണ ബോർഡുകളിലെ IPS ഒഴിവാക്കുകയോ റിട്ടയർഡ് എന്ന് ചേർക്കുകയോ ചെയ്തത് തന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലത്തെ BJP സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നറിയിപ്പോ നോട്ടീസോ ഇതുവരെ ലഭിച്ചിട്ടില്ല. IPS എന്ന് പ്രചാരണ ബോർഡുകളിൽ ഉപയോഗിച്ചത് താൻ അറിഞ്ഞിരുന്നില്ല എന്നും അറിഞ്ഞപ്പോൾ ഇടപെട്ടെന്നും ശ്രീലേഖ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ശാസ്തമംഗലത്തെ BJPയുടെ സെലിബ്രിറ്റി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ അവരുടെ പ്രചരണം തുടരുകയാണ്. മാം, അവസാന ഘട്ടത്തിലേക്ക് എത്തി പ്രചരണം. എങ്ങനെയുണ്ട് ആളുകളുടെ പ്രതികരണം? വളരെ നല്ല പ്രതികരണം. ആദ്യം തൊട്ട് തന്നെ ഇത്രയും ഊഷ്മളമായിട്ടും വളരെ വാമത്തോടുകൂടി വളരെ സ്നേഹത്തോടു കൂടിയാണ് എല്ലാവരും പെരുമാറുന്നത്. അവസാനമായപ്പോഴും യാതൊരു മാറ്റവും കുറച്ചും കൂടെ കൂടിയും തോന്നുന്നു ആളുകളുടെ സ്നേഹം. ഇത് എത്ര റൗണ്ടാണ് പ്രചരണം? വീട് കയറിയുള്ള പ്രചരണം നടക്കുന്നത്? ഒന്ന് കഴിഞ്ഞു. രണ്ടാമത്തെ ചില മിസ്ഡ് ഔട്ട് വീടുകൾ ഇപ്പോൾ കയറുകയാണ്. രണ്ടാമത്തെ ഇന്ന് തുടങ്ങിയായിരുന്നു. പരമാവധി ആളുകളെ നേരിൽ കാണുന്നത്, പരമാവധി ആളുകളെ എല്ലാ വോട്ടർമാരെയും നേരിൽ കാണുന്നൊരു ആഗ്രഹം. പലയിടത്തും വീടുകളൊക്കെ ചിലപ്പോൾ അടച്ചു കിടക്കും. മാമിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ഒരു പുതിയ അനുഭവമാണ്. ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന അനുഭവം എങ്ങനെയാണ്? BJPക്ക് പ്രതീക്ഷ ഉണ്ടോ? പിന്നെ 100% പ്രതീക്ഷയല്ലേ. വളരെ 100% കൂടുതൽ പറയാൻ പറ്റുന്ന പ്രതീക്ഷയാണ്. ഞങ്ങൾ വളരെ വളരെ പോസിറ്റീവാണ്. ഈ പുതിയ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ്, പക്ഷേ എന്നാലും ഒരു രസമുണ്ട് ചെയ്യുമ്പോൾ. ജനസേവനത്തിന് വേണ്ടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിൽ മനസ്സർപ്പിച്ച് ചെയ്യുന്നത് കൊണ്ടൊരു പ്രയാസം തോന്നിയിട്ടില്ല. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് IPS എന്നുള്ള കാര്യം ബോർഡിൽ നിന്ന് നീക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ആം ആദ്മിയുടെ പരാതിയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് എന്നാണ് പറയുന്നത്. ഇല്ല, അങ്ങനെ ഒരു കാര്യമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പ്രചരണ ബോർഡുകളിൽ നിന്ന് IPS നീക്കുന്നുണ്ട്, പിന്നെ റിട്ടയർഡ് എന്ന് ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ കാരണം? അതിൻ്റെ കാരണം ഞാൻ തന്നെ പറഞ്ഞിട്ടാണ്. ഞാൻ പ്രവർത്തകരോട് അവർക്കൊരു ഈ ആം ആദ്മി പാർട്ടിയുടെ തന്നെ കാൻഡിഡേറ്റിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന വീട്ടിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ബോർഡിൽ IPS എന്ന് എഴുതിയതിൽ അവർക്ക് പ്രതിഷേധമുണ്ട് എന്നവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാർ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ നിന്ന് ആ ബോർഡ് ഒന്നുകിൽ മാറ്റുക, അല്ലെങ്കിൽ അവിടെ നിന്ന് IPS വെട്ടിക്കളയുക എന്ന് പറഞ്ഞ് ഞാൻ തന്നെ പറഞ്ഞതാണ്. ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ അങ്ങനെ മാറ്റുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്? ആ ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. കാരണം നിങ്ങൾ അതിന് മുമ്പുള്ള മതിലെഴുത്തുകൾ, ചുവരെഴുത്തുകൾ നോക്കിക്കോളൂ. അതിനകത്തൊക്കെ IPS റിട്ടയർഡ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ചില പോസ്റ്ററുകൾ ഞാൻ നേരത്തെ അടിച്ച പോസ്റ്ററുകളുണ്ട്, ഞാൻ അറിഞ്ഞിട്ടില്ല അതിനകത്ത് IPS റിട്ടയർഡ് വെച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത് അറിഞ്ഞിട്ടില്ല. IPS എന്ന് വെക്കേണ്ട കാര്യം പോലും ഇല്ല. ആ ശ്രീലേഖ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഒരു കാൻഡിഡേറ്റ് ഉന്നയിച്ചു എന്നതുകൊണ്ട് മാത്രം ചെയ്തതാണ്. അല്ലാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഒരു നോട്ടീസും വന്നില്ല, ആരും വിളിച്ചിട്ടുമില്ല. പാർട്ടിക്കും അങ്ങനെ നോട്ടീസും ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ ഏജന്റാണ് ഇവിടെ നിൽക്കുന്നത്. ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഓഫീസിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. തൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ IPS ഈ പ്രചരണ ബോർഡുകളിൽ നിന്ന് മാറ്റിയത് എന്നുള്ളൊരു വിശദീകരണമാണ് ആർ ശ്രീലേഖയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനൊപ്പം സഫാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.